ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യയും കാനഡയും തമ്മിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. 2.6 ബില്യൺ ഡോളറിന്റെ യുറേനിയം കരാറിലാണ് ഒപ്പുവെച്ചത്. ഇന്നലെ ഒരു വാർത്ത പുറത്തു വന്നു. ആഗോള ആണവോർജ സന്തുലിതാവസ്ഥയും തന്ത്രപ്രധാന ഊർജ സുരക്ഷയും പുനർനിർണയിച്ചുകൊണ്ട് ഇന്ത്യ കസാക്കിസ്ഥാനുമായിട്ട് 4 ബില്യൺ ഡോളറിന്റെ യുറേനിയം കരാറാണ് ഉറപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ സമീപകാലത്തായിട്ട് യുറേനിയം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾ ഇന്ത്യ അതിവേഗത്തിൽ ഉണ്ടാക്കുന്നു. വൻതോതിലുള്ള യുറേനിയം ഇന്ത്യ വാങ്ങാൻ തയ്യാറെടുക്കുന്നു. എന്താണ് ഇന്ത്യയുടെ ഈ അടിയന്തര നീക്കങ്ങളുടെ പുറകിലെ ചേതോവികാരം? എന്തിനാണ് ഇന്ത്യക്ക് ഇത്രയും യുറേനിയം? ആദ്യം കരാറിലേക്ക് പോവാം. 4 ബില്യൺ ഡോളറിന് മുകളിൽ വരുന്ന ഒരു കരാറാണ് കസാക്കിസ്ഥാനുമായിട്ട് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം ഉൽപാദകരായിട്ടുള്ള കസറ്റോപ്രോം എന്ന് പറയുന്ന കമ്പനി, കസാക്കിസ്ഥാനിലെ കമ്പനിയുമായിട്ടാണ് ഇന്ത്യ ഒരു ദീർഘകാല വിതരണ കരാറിൽ ഏർപ്പെടുന്നത്. ഇന്ത്യയുടെ സിവിൽ ആണവ പദ്ധതിക്ക് ദശകങ്ങളോളം തടസ്സമില്ലാത്ത ഇന്ധനം ഇതിലൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു നേട്ടം. ഈ ഒരു കരാറിനും ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ മാർച്ച് മാസത്തിൽ 2026 ഇന്ത്യ കാനഡയുമായിട്ട് 2.6 ബില്യൺ ഡോളറിന്റെ കനേഡിയൻ ഡോളറിന്റെ ഒരു കരാർ ഒപ്പുവയ്ക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട കനേഡിയൻ കമ്പനിയായിട്ടുള്ള കമേക്കോ എന്ന് പറയുന്ന കമ്പനിയുമായിട്ടാണ് ഇന്ത്യ ഒരു കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. 2027 മുതൽ 35 വരെയുള്ള കാലയളവിൽ ഏകദേശം 10,000 ടൺ യുറേനിയമാണ് ഈ കരാർ വഴി ഇന്ത്യക്ക് ലഭ്യമാവുക. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുക എന്നതിൽ ഈ കരാർ വളരെ നിർണായകമായിരുന്നു. 2047 100 ഗിഗാവാട്ട് ആണവോർജ ഉൽപാദനം എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത്. നമ്മുടെ രാജ്യത്ത് യുറേനിയം നിക്ഷേപം ഉണ്ട് കേട്ടോ. ഇത് പലർക്കും അറിയില്ല. നമ്മുടെ രാജ്യത്ത് യുറേനിയം നിക്ഷേപം ഉണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ യുറേനിയം നിക്ഷേപം താരതമ്യേന ഗുണനിലവാരം കുറച്ച് കുറവാണ്. അതായത് യുറേനിയം നിക്ഷേപമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 12-മോ 13-മോ സ്ഥാനം ഇന്ത്യക്കുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്ന യുറേനിയത്തിന്റെ ഗുണനിലവാരം കുറച്ച് കുറവായതുകൊണ്ട് ഉയർന്ന ഗുണനിലവാരമുള്ള ഇന്ധനത്തിനായിട്ട് നമ്മൾ കാനഡയെയും കസാക്കിസ്ഥാനെയും പോലെയുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുകയാണ്. അതേസമയം തന്നെ ഇന്ത്യക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. എന്തിനാണ് ഇന്ത്യ ഇത്രയും യുറേനിയം ശേഖരിക്കുന്നത് എന്നത് തീർത്തും എല്ലാവരുടെയും ഒരു സംശയമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2047 100 ഗിഗാവാട്ട് എന്ന ലക്ഷ്യം നേടുക എന്നത് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. നിലവിൽ ഇന്ത്യയുടെ ആണവോർജ ശേഷി 8.8 ഗിഗാവാട്ട് മാത്രമാണ്. ഇപ്പൊ ഈ ചൂട് കൂടിയ സമയത്ത് ഇന്ത്യയിൽ ഒട്ടാകെ പലയിടങ്ങളിലും കറണ്ടിന് ക്ഷാമം നേരിടുന്നുണ്ടല്ലേ. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ 2047 100 ഗിഗാവാട്ട് എന്ന നമ്മുടെ ലക്ഷ്യം കൊണ്ട് നമുക്ക് സാധിക്കും. സോ നമ്മളൊരു വലിയ ലക്ഷ്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നിലവിൽ നമുക്ക് 8.8 ഗിഗാവാട്ട് മാത്രമാണ് ആണവോർജ ശേഷിയുള്ളത്. ഇത് 2047 100 ഉയർത്തണമെന്നുണ്ടെങ്കിൽ വൻതോതിൽ യുറേനിയം നമുക്ക് കിട്ടിയേ മതിയാകും. ഇതൊരു വമ്പിച്ച വളർച്ച തന്നെ വേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ തടസ്സമില്ലാത്ത ഇന്ധനം നമുക്ക് അത്യാവശ്യമാണ്. ഇന്ത്യയിലെ യുറേനിയം നിക്ഷേപം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന്റെ ഗ്രേഡ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നത്. ഭാവിയിൽ ആഗോളതലത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും ആണവ നിലയങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കാതിരിക്കാൻ 5 വർഷത്തേക്കെങ്കിലും മിനിമം ആവശ്യമുള്ള മുൻകൂർ ശേഖരം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ പക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ തോറിയം നിക്ഷേപമുണ്ട്. എന്നാൽ തോറിയം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ യുറേനിയം ഇന്ധനമായി ഉപയോഗിക്കുന്ന റിയാക്ടറുകൾ നമുക്ക് ആവശ്യമാണ്. ഘട്ടം ഘട്ടമായിട്ട് എനർജിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലവിലെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് യുറേനിയം ആവശ്യമാണ്. അതിനാണ് നമ്മൾ കസാക്കിസ്ഥാനുമായിട്ട് പുതിയ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. സോ നിലവിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഓരോ തീരുമാനങ്ങളും പരിശോധിച്ചാൽ കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. അല്ലാതെ തോന്നുന്ന പോലെ ഓരോന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകല്ല. കൃത്യമായ സ്ട്രാറ്റജി ഉണ്ട്. നമ്മൾ ഈ അടുത്തിടെയാണ് ലോകത്ത് തന്നെ റഷ്യക്ക് ശേഷം ആദ്യമായിട്ട് ഒരു രാജ്യം ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വിജയകരമായിട്ട് കണ്ടെത്തി അല്ലെങ്കിൽ പരീക്ഷിച്ച് സക്സസ് ആക്കിയത്. റഷ്യ മാത്രമാണ് ഇതിനു മുന്നേ അത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ രണ്ടാമതൊരു രാജ്യമായിട്ട് നമ്മൾ ഈ രംഗത്ത് മാറുകയുണ്ടായി. 3 ഘട്ടങ്ങളായിട്ട് വിഭാവനം ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ആണവ പദ്ധതിയിൽ 3-ാം ഘട്ടത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തീരദേശ മണലിലുള്ള തോറിയം ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് മറ്റൊരു രാജ്യത്തെയും ഇന്ധനത്തിനായിട്ട് ആശ്രയിക്കേണ്ടി വരില്ല. അപ്പൊ അതിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തനങ്ങളാണ് നമ്മൾ വിജയകരമായിട്ട് പൂർത്തിയാക്കിയത്. അപ്പൊ ഇന്ത്യയുടെ സ്ട്രാറ്റജി വളരെ വ്യക്തമാണ്. ഇന്ധനം ആദ്യം ഉറപ്പാക്കുക,
രണ്ടാമത് ശേഷി വർദ്ധിപ്പിക്കുക, മൂന്നാമത് സ്വയം പര്യാപ്തത നേടുക. സോ ഇന്ധനം ഉറപ്പാക്കുക എന്നതാണ് യുറേനിയം ആവശ്യത്തിലധികം ഉറപ്പാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് ഇന്ത്യ ആദ്യഘട്ടം പൂർത്തിയാക്കുന്നത്. ശേഷി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആണ് പിന്നീട്. സ്വയം പര്യാപ്തത നേടുക എന്ന് പറഞ്ഞാൽ തോറിയം ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു രാജ്യത്തിൽ നിന്നും ഇറക്കുമതി ചെയ്യേണ്ടി വരില്ല. കേരളത്തിലും നമ്മുടെ രാജ്യത്തെ പല സ്റ്റേറ്റുകളുടെയും തീരങ്ങളിൽ ധാരാളം തോറിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തോറിയം നിക്ഷേപം ഉള്ളത് ഇന്ത്യയിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിലൂടെ സ്വയം പര്യാപ്തത നേടാനും കഴിയും. സോ ഇപ്പോ നമ്മൾ വളരെ മുന്നേറുന്ന ഒരു രാജ്യമാണ്, പ്രത്യേകിച്ച് ആണവ ടെക്നോളജിയുടെ കാര്യത്തിൽ. അതിന്റെ ഭാഗമായിട്ടാണ് കിട്ടാവുന്നത്ര യുറേനിയം എവിടെ നിന്നൊക്കെ കിട്ടുമോ അവിടെ നിന്നൊക്കെ നമ്മൾ സെക്യൂർ ചെയ്യുന്നത്. അതാണ് നമ്മൾ കാനഡയുമായിട്ടുള്ള ഡീല് നടന്ന് ഏതാനും ആഴ്ചകൾ പിന്നിടുമ്പോൾ പെട്ടെന്ന് കസാക്കിസ്ഥാനുമായിട്ട് ഒരു ഹിസ്റ്റോറിക് ഡീലിന് നമ്മൾ പോകുന്നത്. ഓൾറെഡി റഷ്യയുമായിട്ട് നമുക്ക് യുറേനിയത്തിന്റെ കരാറുകളുണ്ട്. യുറേനിയം നമ്മൾ റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ട്. സോ അതിന് പുറമെ ഇപ്പൊ കസാക്കിസ്ഥാനുമായിട്ടൊരു വലിയ എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുന്നു. കൂടാതെ ഉസ്ബെക്കിസ്ഥാനുമായിട്ടും കൂടുതൽ പ്രാധാന്യമുള്ള കരാറുകൾ ഇന്ത്യ വൈകാതെ സൈൻ ചെയ്യും. ഓൾറെഡി പല രീതിയിൽ ഉസ്ബെക്കുമായിട്ട് നമുക്ക് സഹകരണം ഉണ്ട് യുറേനിയവുമായി ബന്ധപ്പെട്ടും. പക്ഷെ അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.